ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് സാംസങ്ങിന്റെ പുതിയ മോഡലായിട്ടുള്ള സാംസങ് ഗാലക്സി A14 5G എന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് ചെയ്തിട്ട് ഇതിന്റെ ഓരോ കാര്യങ്ങൾ പരിശോധിക്കാം. സിമ്പിൾ ആയിട്ട് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ ഇറങ്ങുന്ന സാംസങ് ഫോണുകളിൽ കുറച്ചെങ്കിലും തിരക്കേറ്റില്ലാത്തൊരു ഫോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു ട്രൂ വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഈ ഒരു ഫോണാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലാണ്. ഇതേ പ്രൈസ് റേഞ്ചിലുള്ള മറ്റ് ബ്രാൻഡുകളിലെ ഫോണുകളായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല പറയുന്നത്. സാംസങ്ങിൽ തന്നെ ഫോണുകൾ അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഫോൺ മാത്രം മതി എന്ന് പറയുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വലിയ തിരക്കേറ്റില്ലാത്തൊരു ട്രൂ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോണാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് എന്തായാലും ഫോൺ അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് അതിനോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളും പറയാം. ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഈ ഫോണിനെ കുറിച്ച് അധികം കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമുക്ക് അൺബോക്സ് ചെയ്യാം. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ ഇതാണ് ഗാലക്സി A14 5G എന്ന സ്മാർട്ട് ഫോണിന്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സിന് മുകളിലായിട്ട് ഗാലക്സി A14 5G എന്ന് കൊടുക്കുന്നുണ്ട്. ഫോണിന്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ നിർത്തിയിട്ടുള്ളത് ഇതിന്റെ ബ്ലാക്ക് കളർ ആണ് കേട്ടോ. പിന്നെ 6GB RAM 128GB നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു വേരിയന്റ് എന്ന് പറയുന്നത്. ബോക്സ് സാധാരണ സാംസങ്ങിന്റെ പോലെ തന്നെ ഒരു കുഞ്ഞൊരു ബോക്സ് ആണ് വരുന്നത്. ഇവിടെ ഫുൾ HD+ 90Hz റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 50 MP ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ, 13 MP ഫ്രണ്ട് ക്യാമറ, 5000 mAh ബാറ്ററി, 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്ന് കൊടുക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുള്ളൂ, എന്താ പറയുക, ചാർജർ നമുക്ക് ഈ ഫോണിന്റെ കൂടെ കിട്ടില്ല കേട്ടോ. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. ഇതിപ്പോൾ പുതുമ സാംസങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതുമയുള്ള കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് നമ്മളെടുത്തുള്ളത് ഇതിന്റെ 6GB RAM 128GB വേരിയന്റ് ആണ്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 19,000 രൂപയാണ്. 19 രൂപ പ്രൈസാണ് ഈ ഫോൺ കിട്ടുന്നത്. നിലവിൽ A14 5G സ്മാർട്ട് ഫോണിനകത്ത് ഏറ്റവും ട്രൂ വാല്യൂ ഫോർ മണി ആയിട്ടുള്ളത് പറയുന്നത് ഇതിന്റെ 6GB RAM 128GB വേരിയന്റ് ആണ് കേട്ടോ. കാരണം 8GB റാമിന് 20,000 മുകളിലേക്ക് പോകും. 4GB RAM 128 പിന്നെ എടുക്കാണ്ടിരിക്കുക നല്ലത്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി നല്ലൊരു ട്രൂ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ A14 6GB RAM 128GB. പറഞ്ഞു തന്നിട്ടാണ് നമുക്ക് മെയിൻ പെട്ടി ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. ഈ ഫോൺ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് ഒരു ചെറിയൊരു ചാർജിങ് കേബിളും കിട്ടും. വേറെ ഒന്നും കിട്ടില്ല. ഈ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഈ ഫോൺ വരുന്നത്. അതിന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഡിസൈൻ വൈസ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമ്മുടെ സാംസങ്ങിന്റെ ഈ പ്രീമിയം S23 സീരീസ് ഫോണുകളുമായിട്ട് സാദൃശ്യമുള്ള ഒരു നല്ലൊരു പ്രീമിയം ലുക്ക് ഇവിടെ കിട്ടുന്നുണ്ടെന്ന് പറയാം. ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. പക്ഷേ നല്ല ക്വാളിറ്റി, നല്ലൊരു ബിൽഡ് ക്വാളിറ്റി കയ്യിൽ പിടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു കനമുള്ള, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോൺ കയ്യിൽ പിടിക്കുന്ന അതൊരു ഫീൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആയാലും അമർത്തുമ്പോൾ അമരുന്നൊന്നുമില്ല. അത്രയും നല്ല ഫിറ്റിംഗ് ആയിട്ട് ഫിനിഷിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്ക് സൈഡ് ഇതുപോലെ മാറ്റ് ഫിനിഷാണ് വരുന്നത്. അതിനകത്തുള്ള അഴുക്കുകളോ ഫിംഗർ പ്രിന്റ് ഒന്നും പറ്റി പിടിച്ചിരിക്കില്ല. ക്ലീൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. 3 ക്യാമറകൾ ഇതുപോലെ സെയിം വലിപ്പത്തിലുള്ള 3 ക്യാമറകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ നല്ല രസത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. താഴെ ഇവിടെ സാംസങ്ങിന്റെ ലോഗോയും കൊടുക്കുന്നുണ്ട്. ഒക്കെ നന്നായിട്ടുണ്ട്. സൈഡ് നോക്കുമ്പോൾ തിക്നെസ് കുറച്ച് കൂടുതലാണ് കേട്ടോ. കുറച്ചധികം നല്ല തിക്നെസ് ഉള്ള ഫോണാണ് ഇതെന്ന് പറയുന്നത്. കയ്യിൽ പിടിക്കുമ്പോൾ അത്രയ്ക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. നല്ല സ്ട്രോങ് ആണ്. പക്ഷേ കയ്യിൽ എത്ര നേരം ഇത് ഉപയോഗിച്ച് കയ്യിൽ വൺ ഹാൻഡ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം വലിയൊരു കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കയ്യിൽ പിടിക്കുമ്പോൾ. കുറച്ച് വലിയ ഫോണാണ്. സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നത്. പവർ ബട്ടണും അതിന്റെ കൂടെ തന്നെയാണ് വരുന്നത്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ ഇവിടെ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ സിം കാർഡ് ഹോൾഡർ ആണ് വരുന്നത്. സിം ട്രേയുടെ ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സിം കാർഡും മെമ്മറി കാർഡും ഇടാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. 2 സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. താഴെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, മൈക്രോഫോണിന്റെ ഹോള്, 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിന്റെ ഡയമെൻഷനിൽ പറയാനുള്ളത്. വളരെ എന്താ പറയുക, നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഫോണാണ്. കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫോൺ ഇനി ഓണാക്കി ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. അപ്പോൾ ഇതാണ് സാംസങ് A14 എന്ന സ്മാർട്ട് ഫോൺ ഓൺ ആകുമ്പോൾ ഇത് കാണുന്നതിന്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ഇത് ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ താഴെയും അരികുകളിലും മുകളിലൊക്കെ ആയിട്ട് അത്യാവശ്യം വലിയ ബെസൽസ് ആണ് വരുന്നത്. താഴെ നോക്കുമ്പോൾ കണ്ടോ, അത്യാവശ്യം കുറച്ച് വലിയ ചിഹ്നം വരുന്നുണ്ട്. അതുപോലെ സൈഡിലായാലും കുറച്ചധികം നല്ല കനം കൂടിയ ബെസൽസ് ആണ് വരുന്നത്. മുകളിലത്തെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ആയാലും ആ ഒരു ഏരിയ ആയാലും അത്യാവശ്യം തിക്നെസ് കൂടുതലാണ്. അത് കയ്യിൽ പിടിക്കുമ്പോൾ പഴയ നമ്മുടെ ഒരു 2-3 വർഷം മുൻപത്തെ നോച്ച് ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള നോച്ചാണ് നമുക്ക് ഇവിടെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ഒക്കെ പൊട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേ മാറുമല്ലോ, അപ്പോൾ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള കുറച്ച് തിക്നെസ് ഒക്കെ കൂടിയിട്ടുള്ള ചിഹ്നമായിട്ട് വരുന്ന അല്ലെങ്കിൽ അരികുകളോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് അത്ര ഒരു ഡിസ്പ്ലേയുടെ ഭാഗത്ത് ഈ കാണുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നോച്ചിന്റെ കാര്യമല്ല പറയുന്നത്. നോച്ച് വളരെ ചെറിയൊരു നോച്ചാണ് വരുന്നത്. പക്ഷേ ഈ ഒരു തിക്നെസ് വളരെ കൂടുതലായി പോയി. വളരെ ചെറിയൊരു സ്ക്രീൻ പോലെ നമുക്ക് ഫീൽ ചെയ്യാം. എനിക്ക് എന്തോ അത് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും കുഴപ്പമില്ല. ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെ വരുന്നത്. ഡിസ്പ്ലേ LCD ആണ്, LED ഒന്നല്ല, പക്ഷേ LCD ആണ്. എന്നാൽ കൂടി നല്ല കളർ കോമ്പിനേഷൻസ് ഒക്കെ നല്ല രസമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ സാംസങ് ഈ പ്രൈസ് റേഞ്ചിനകത്ത് LED കൊടുക്കുകയെന്നുള്ളൂ, സിമ്പിളായിട്ട് കൊടുക്കുകയെന്നുള്ളൂ. പക്ഷെ അവർ കൊടുക്കില്ല. അത് അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് വേറെ നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനകത്ത് ആപ്ലിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇവിടെ നമുക്ക് 1, 2, 3, 4, 5, 6 ഒരു 6-7 ആപ്സ് ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. അല്ല 8-9 ആപ്പ് ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ അമർത്തി പിടിച്ചിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും പറ്റും. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്തായാലും കുഴപ്പമില്ല. നിലവിൽ
എന്തായാലും ഡിസ്പ്ലേ ക്ലാരിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിസിബിലിറ്റി നല്ല രസമുണ്ട്, നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, അതുപോലെ നല്ല കളറുകളൊക്കെ നല്ല ഭംഗി തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഭാഗത്ത് കുഴപ്പമില്ല എന്ന് പറയാം. ഇനി നമുക്ക് സെറ്റിംഗ്സിനകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. സെറ്റിംഗ്സിനകത്ത് കയറിയിട്ട് അബൌട്ട് ഫോണിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ മോഡൽ നെയിം ഗാലക്സി A14 5G എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ IMEI നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നു. സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ നോക്കുമ്പോൾ ഏറ്റവും പുതിയ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് വേർഷനിലാണ് ഈ ഫോൺ വരുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 13 ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, ഏറ്റവും അപ്ഡേറ്റഡ് ആണ്. അപ്ഡേറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. 1UI 5.0 വരുന്നത്. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ബാറ്ററി നോക്കുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിന്റെ കാര്യം പറഞ്ഞല്ലോ, 15 വാട്ടാണ്. എന്തായാലും 2.5 മണിക്കൂർ എടുക്കും ഫുൾ ചാർജ് ആയി കിട്ടാനായിട്ട്. ചാർജർ നമ്മൾ വേറെ വാങ്ങിക്കും വേണം. അപ്പോൾ ബാറ്ററിയുടെ ഭാഗത്തും സോഫ്റ്റ്വെയറിന്റെ ഭാഗത്തും കുഴപ്പമില്ല എന്ന് പറയാം, പുതിയ അപ്ഡേറ്റഡ് ആണ്. പ്രോസസറിനെ കുറിച്ച് പറഞ്ഞാൽ സാംസങ്ങിന് തന്നെ Exynosന്റെ 1330 എന്ന് പറയുന്ന ഒരു പ്രോസസർ വരുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, നോർമൽ യൂസിങ്ങിന്. ഇപ്പൊ ഗെയിം ഒന്നും കളിക്കില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഡേ ടു ഡേ ആക്ടിവിറ്റികൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പരമാവധി ഈ ഒരു പ്രോസസർ, Exynosന്റെ പ്രോസസർ ഉള്ള ഫോണുകൾ ഹീറ്റ് അധികം ആവാണ്ട് നോക്കിയോളൂ. നല്ലോണം ചൂടായി കഴിഞ്ഞാലാണ് ഈ പറയുന്ന മദർ ബോർഡ് കംപ്ലൈന്റുകൾ പോലുള്ള പ്രശ്നങ്ങൾക്ക് വരിക. അപ്പൊ നല്ലോണം ഗെയിം കളിക്കുന്നവരാണെങ്കിൽ കൂടി ഫാനൊക്കെ ഇട്ടിട്ടോ അല്ലെങ്കിൽ AC ഒക്കെ ഇട്ടിട്ട് കളിക്കുക. ഫോൺ അധികം ചുട്ടുപഴുക്കാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക, അത് നല്ലതായിരിക്കും. ഫോണിന്റെ ലൈഫിനും ബാറ്ററിയുടെ ലൈഫിനും ഈ പ്രോസസറിന്റെ ലൈഫിനും ഒക്കെ നല്ലതായിരിക്കും. അത് ശ്രദ്ധിക്കുക. സാധാരണ വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറേജിനോ ഡോക്യുമെന്റിനും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്യാനോ ഫോട്ടോ എടുക്കാനോ ഗൂഗിൾ പേ ഉപയോഗിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു പ്രോസസർ ഓക്കെ എന്ന് പറയാം. ക്യാമറ എടുത്ത് നോക്കാം. ഈ ഒരു ഫോൺ ക്യാമറയ്ക്ക് വേണ്ടി ഇറക്കുന്ന ഫോണൊന്നല്ല, എന്നാലും 50 MP ക്യാമറ വരുന്നുണ്ട്. ജസ്റ്റ് ലൈവായിട്ട് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇത് ഈ ഫോണിന്റെ മെയിൻ റിയർ ക്യാമറ വെച്ച് എടുത്ത ഫോട്ടോ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട്. എന്താ പറയുക, തിരക്കേടില്ലാത്തൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ക്യാമറയ്ക്കാണ് നിങ്ങളുടെ മെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോൺ കണ്ട് ഫോട്ടോ എടുത്ത് നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ക്യാമറയ്ക്ക് വേണ്ടി ഫോൺ എടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, ഫോട്ടോ മോഡ് വരുന്നുണ്ട്, വൈഡ് ആംഗിൾ മോഡ് വരുന്നുണ്ട്, വീഡിയോ മോഡ് വരുന്നുണ്ട്. മോർ സെറ്റിംഗ്സിനകത്ത് ഇതുപോലെ പ്രൊഫഷണൽ മോഡ്, പാനോരമ മോഡ്, ഫുഡ്, നൈറ്റ്, അങ്ങനെ മാക്രോ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറയെ കുറിച്ചൊന്നും വേറെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഒരു ആവറേജ് ക്യാമറ അത്ര തന്നെ ഇതിനകത്ത് പറയാനുള്ളൂ. ഇനി സെൽഫി നോക്കുമ്പോൾ 13 MP ആണ് ഈ ഫോണിന്റെ സെൽഫി ക്യാമറ വരുന്നത്. ജസ്റ്റ് സെൽഫി ലൈവായിട്ടൊരു സെൽഫി ഫോട്ടോ എടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ലൈവായിട്ട് എടുത്തൊരു സെൽഫി ഫോട്ടോ ആണ്. വലിയ തിരക്കേടില്ല, 13 MP ഉണ്ട്, എന്നാലും അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഒന്നും കാണില്ല. കണ്ട മുഖമൊക്കെ ആകെ ബ്ലറായി, ഒരു എവിടെയൊക്കെ ഒരു നോയ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ലേറ്റ് ഉള്ള ഭാഗത്താണ്, പകരമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അത്യാവശ്യം വെളിച്ചമുണ്ട്, എന്നാലും എത്ര അങ്ങോട്ട് ഒരു തിരക്കേടില്ല. ഒരു ആവറേജ് സെൽഫിയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. സെൽഫി നമുക്ക് ഇതുപോലെ നമുക്കിവിടെ പോർട്രേറ്റ് മോഡ്, വീഡിയോ മോഡ്, മോർ സെറ്റിംഗ്സിനകത്ത് ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വീഡിയോയുടെ മാക്സിമം റെസൊല്യൂഷൻ, സെൽഫി വീഡിയോ നമുക്ക് ഫുൾ HD 30 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫുൾ HD നമുക്ക് 30 FPS തന്നെയുള്ളൂ. ഇപ്പോൾ ഫുൾ HD 60 FPS അല്ലെങ്കിൽ 4K റെക്കോർഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഫോണത്ത് വരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ക്യാമറയ്ക്കൊക്കെ വേണ്ടി ഫോൺ വാങ്ങിക്കുന്നവർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ തിരക്കേടില്ലാത്തൊരു ഫോണാണ് എന്ന് മാത്രം പറയാം സാംസങ്ങിന്റെ ഭാഗത്തുനിന്ന്. ഇപ്പൊ നിങ്ങൾക്ക് സാംസങ്ങിന്റെ ഫോൺ മാത്രം മതി, വേറൊരു ഫോണും വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഫോണാണ് ഇപ്പൊ ഉള്ളതിൽ കുറച്ചെങ്കിലും ഒരു നല്ലതെന്ന് പറയാനുള്ളത്. പിന്നെ M സീരീസിലും F സീരീസിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു A സീരീസ് ഫോണിന് കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത്ര നേരം ഉപയോഗിച്ചതിൽ നിന്ന് ഈ ഫോൺ അത്യാവശ്യം ചെറിയ രീതിയിൽ ഹീറ്റിംഗ് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഹീറ്റ് തോന്നുന്നുണ്ട്. വലിയ ഹീറ്റിംഗ് ഇല്ല, ചെറിയൊരു ഹീറ്റിംഗ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. എന്തായാലും എന്താണ് നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ലോട്ട്.